മറുപടി ഇന്ത്യ കിട്ടുന്ന ഓരോ അവസരത്തിലും ഓരോ വേദിയിലും നൽകിയിട്ടുണ്ട്. അതിർത്തി കടന്നെത്തി നടത്തിയ ഭീകരവാദത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തക്ക മറുപടി നൽകിയതാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ടെറർ നഴ്സറികൾ ഇന്ത്യ പാക് മണ്ണിൽ നിന്ന് തുടച്ചു നീക്കി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും പാകിസ്ഥാന്റെ പച്ചക്കള്ളങ്ങൾ ലോകം കണ്ടതാണ്. യുദ്ധത്തിലായാലും ക്രിക്കറ്റിലായാലും ഐക്യരാഷ്ട്രസഭയിലായാലും മറുപടി നൽകാതെ ഇന്ത്യ മടങ്ങിയിട്ടില്ല. ഇന്ന് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപ സുപ്രീം കമാൻഡർ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന ദിവസമാണ്. റഫാലിൽ ഒരു ഇന്ത്യൻ രാഷ്ട്രപതി പറക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഈ അഭിമാന നിമിഷത്തിൽ രാജ്യം ശ്രദ്ധിച്ചത് ഒരു ചിത്രമാണ്. റഫാലിലേക്ക് കയറാൻ തയ്യാറെടുക്കുന്ന ദ്രൗപദി മുർമുവിന് സമീപം നിൽക്കുന്ന വനിതയിലായിരുന്നു എല്ലാ കണ്ണുകളും. ആരാണത്? സ്ക്വാഡ്രൺ ലീഡർ ശിവാംഗി സിംഗ്. നിങ്ങൾ ശിവാംഗി സിംഗിന്റെ പേര് കേട്ടിട്ടുണ്ടാകും. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാന്റെ വ്യാജ പ്രചരണവും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇന്ത്യയുടെ യുദ്ധവിമാനം വീഴ്ത്തി അതിൽ നിന്ന് ശിവാംഗി സിംഗിനെ പിടികൂടി എന്ന തരത്തിലായിരുന്നു പാക് അവകാശവാദം. അന്ന് തന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ഈ വാദം തള്ളിക്കളഞ്ഞിരുന്നു. ഇന്ന് ഹരിയാനയിലെ അംബാലയിൽ രാഷ്ട്രപതിക്കൊപ്പം നിൽക്കുന്ന ശിവാംഗി സിംഗ് പാകിസ്ഥാന്റെ പ്രൊപ്പഗാണ്ട വീണ്ടും പൊളിച്ചെടുക്കുന്നു.